ഹലോ മക്കളെ, അപ്പോൾ ഓണം പരീക്ഷ കഴിഞ്ഞു ആൻഡ് നിങ്ങളുടെ പേപ്പറൊക്കെ എല്ലാം കിട്ടിയിട്ടുണ്ടാവും. ഇനി നിങ്ങളുടെ മാർക്കും ഇങ്ങനെയാണ് ഏകദേശമെങ്കിൽ, ഇപ്പം ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സയൻസ് ഒക്കെ നല്ല മാർക്കുണ്ട്, ലാംഗ്വേജസ് നല്ല മാർക്കുണ്ട്, പെട്ടെന്ന് മാത്സ് കുറഞ്ഞു, മാത്സ് നമ്മുടെ ഓണപ്പരീക്ഷ ചതിച്ചെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ മാർക്സും കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻ, നിങ്ങളുടെ എന്താണെന്ന് എക്സ്പീരിയൻസ് എന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ മാത്സ് എല്ലാ വർഷവും എല്ലാവരും എന്തുകൊണ്ടാണ് ചതിക്കുന്നത്? നിങ്ങൾ മാത്രമല്ല ഈ മാത്സിന് മാർക്ക് കുറഞ്ഞത്. അപ്പം അത് ഓർത്ത് തന്നെ ആദ്യം ആശ്വസിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മാത്രമാണ് മാത്സ് കുറവ് അല്ല, മിക്കവർക്കും. ഇൻഫാക്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ A+ നഷ്ടമാവുന്ന സബ്ജക്റ്റിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കുറവ് വരുന്ന സബ്ജക്റ്റാണ് മാത്സ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അത്ര പ്രശ്നക്കാരനൊന്നുമല്ല, നിങ്ങൾ മാത്സ് കുറച്ചുകൂടി ശ്രമിച്ചാൽ മതി. പക്ഷേ സാറേ, ഞാൻ എന്താണ് ചെയ്യുക? ഞാൻ എത്ര പഠിച്ചിട്ടും മാത്സ് അങ്ങ് തലയിൽ കയറുന്നില്ല. ചില ക്വസ്റ്റ്യൻ കാണുമ്പോൾ എക്സോ വൈയോ എന്തൊക്കെയോ സംഭവങ്ങൾ വരുന്നു, മനസ്സിലാവുന്നില്ല. എന്താണ് ചെയ്യുക? അതിനായിട്ടുള്ള സൊല്യൂഷൻ ആയിട്ടാണ് അലൻ സാർ ഈ വീഡിയോയിൽ വന്നിട്ടിരിക്കുന്നത്. മാത്സ് എനിക്ക് ഒരു കാലത്ത് ബുദ്ധിമുട്ടായിരുന്നു. ഇൻഫാക്ട് എനിക്ക് നല്ല മാർക്ക് കുറവായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഏറ്റവും അടിപൊളിയായിട്ട് മനസ്സിലാവുന്ന, ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന സബ്ജക്റ്റായി മാറിയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും നാളെ സൺഡേ ഒരു സ്പെഷ്യൽ ഇവൻ്റ് ഉണ്ട്, ബെസ്റ്റ് സ്റ്റഡി ടൈം ടേബിൾ. നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയാണ് ഒരു ദിവസം അടിപൊളിയായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കാന്നുള്ള ലൈവ് ഇവൻറ്റ് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ടൈം അത് എവിടെ കൊടുത്തിട്ടുണ്ട്, നാളെ സൺഡേ എല്ലാവരും വരിക. നിങ്ങൾ പിന്നീടാണ് ഈ ലൈവ് കാണുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ലൈവ് പോയി കാണണം. ഓക്കെ, മറക്കരുത്, ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ് ആ സീക്രട്ട്? പ്രത്യേകിച്ച് മാത്സിലേക്ക് വരുമ്പോൾ ഓണപരീക്ഷയിൽ ചില ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ സാറേ ഞാൻ അറിഞ്ഞിട്ടും കൂടിയില്ല അല്ലേ. എന്നാൽ വളരെ സിമ്പിളായിട്ട് ഒരു സീക്രട്ട് ഉണ്ട്. അപ്പം സാർ സീക്രട്ട് ഹാർഡ് വർക്ക് അല്ലെങ്കിൽ സ്മാർട്ട് വർക്ക് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആണോ? വളരെ സിമ്പിൾ. ഞാൻ നിങ്ങളോടത് ഒഫീഷ്യലി പറയാൻ പാടില്ല. പക്ഷേ നിങ്ങളുടെ പേപ്പറുകൾ, നിങ്ങളുടെ എക്സാം പേപ്പറുകൾ ഒരു ബോർഡാണ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ പേപ്പറുകൾ, നിങ്ങളുടെ ഓണപ്പരീക്ഷ ആയിക്കോട്ടെ, ക്രിസ്മസ് പരീക്ഷ ആയിക്കോട്ടെ, ഫൈനൽ പരീക്ഷ ആയിക്കോട്ടെ, എല്ലാം ഒരു ബോർഡാണ് സെറ്റ് ചെയ്യുന്നത്, സ്റ്റേറ്റ് ബോർഡ്. അവരുണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ്, ഓക്കെ, അവർ ഓരോ വർഷവും ഇടുന്ന പേപ്പറിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് വിളിക്കും? PYQs, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളൊരു 4-5 എടുത്തു നോക്കാം. ഓക്കെ, 4-5 എല്ലാം examiner.com ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. സെയിം പാറ്റേൺ റിപ്പീറ്റ്. ഓക്കെ, സെയിം പാറ്റേൺ റിപ്പീറ്റ്. ഓക്കെ, സെയിം പാറ്റേൺ വീണ്ടും 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 വരുന്നു. ചെറിയ നമ്പറിൽ വ്യത്യാസം. ഫിസിക്സ്, ഇംഗ്ലീഷ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ആയിക്കോട്ടെ, അതിൽ ചെറിയ ഡെഫിനിഷൻ്റെയോ ചെറിയ ട്വിസ്റ്റിൻ്റെ വ്യത്യാസം. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ വീണ്ടും വീണ്ടും വരുന്നു. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അല്ലെ 2 ക്വസ്റ്റ്യൻ ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു ക്വസ്റ്റ്യനിൽ 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലാവാത്ത പുതിയ ടൈപ്പ് ആയിരിക്കും. പക്ഷെ അതുകൊണ്ട് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ട്? ഇല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളുടെ പരീക്ഷയിൽ നിങ്ങൾക്ക് നമുക്ക് മാത്സിൽ ഇപ്പോൾ ഫുൾ മാർക്സ് മേടിക്കാൻ പറ്റുന്നതിനെക്കാട്ടും മാർക്ക് നിങ്ങൾക്ക് തരും. ഫോർ എക്സാമ്പിൾ 80 മാർക്കിൻ്റെ പരീക്ഷയാണെങ്കിൽ, ഫുൾ മാർക്കാണെങ്കിൽ 110 മാർക്കിന് ചോദ്യങ്ങൾ വരും. ഓക്കെ, 40 മാർക്കിൻ്റെ പരീക്ഷയാണെങ്കിൽ 60-70 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഓപ്ഷൻ ഉണ്ട്, ആ 1-2 ക്വസ്റ്റ്യൻ വിടുക, ബാക്കിയുള്ളത് ഞാൻ ഗ്യാരണ്ടി ചെയ്യാം PYQ ബേസ്ഡ് ആയിരിക്കും. നിങ്ങളെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പഠിച്ച് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി മിസ്സാവില്ല, അത് ഞാൻ ഗ്യാരണ്ടി. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അലൻ സാറിൻ്റെ ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ കുറച്ച് ചെയ്യും, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യും, അത് കഴിഞ്ഞ് എന്ത് ക്വസ്റ്റ്യനാ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ അതേ നമ്പറും അതേ പാറ്റേൺ വെച്ച് വീണ്ടും വീണ്ടും വർഷങ്ങളായിട്ട് വന്നിട്ടുണ്ട് മക്കളെ. ഇനി നിങ്ങളുടെ ഈ വർഷം ഫൈനൽ എക്സാമിന് വരും. ദാറ്റ് ഈസ് മൈ ഗ്യാരണ്ടി. അതെനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. ഓക്കെ, ഞാൻ ഉറപ്പിച്ച് പറയാണ്, നിങ്ങൾ ഈ PYQs മനസ്സിലാക്കി, വെറുതെ PYQs പോയി ചെയ്തിട്ട് കാര്യമില്ല, ക്ലാസ് കണ്ട് മനസ്സിലാക്കിയിട്ട് എല്ലാം PYQs ഒരു പ്രാവശ്യമെങ്കിലും പ്രാക്ടീസ് ചെയ്താൽ സെറ്റായി. 2ാമത്തെ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾ ആ ഫുൾ മാർക്കിലേക്ക് എത്തും, ഞാൻ അത് ഗ്യാരണ്ടിയാണ്. അപ്പം അതിനുവേണ്ടി എന്താണ് സെർച്ച് ചെയ്യേണ്ടത്? നിങ്ങളെല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് സ്വന്തം ചെയ്യണോ? വേണ്ട മക്കളെ, ഞാനുണ്ട്, അലൻ സാറുണ്ട്, എക്സാമിനർ മൊത്തം ഉണ്ട്. ഇനി നിങ്ങൾ 8th നിങ്ങൾക്കറിയാം എക്സാമിനറുടെ ശക്തി ബാച്ച് ഉണ്ട്. ആൻഡ് 9th സ്റ്റാൻഡേർഡുകാർക്ക് എക്സാമിനറിന്റെ ഏറ്റവും പവർഫുൾ ആൽഫ ബാച്ച് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്താൽ എന്തൊക്കെ കിട്ടും മക്കളെ? നിങ്ങൾക്ക് ഫുൾ ചാപ്റ്റേഴ്സിൻ്റെ റെക്കോർഡ് ക്ലാസ് കിട്ടും, ടോപ്പിക് ബൈ ടോപ്പിക്. അതുപോലെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിൻ്റെ റെക്കോർഡ് ക്ലാസ് മാത്രം പോരാ, നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കണം, ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ ചെയ്യണം, അതിനുവേണ്ടി നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ഉണ്ടാകുന്നതായിരിക്കും. ആൻഡ് സ്റ്റഡി മെറ്റീരിയൽ ഞാൻ സ്റ്റാർ ഇട്ട് പറഞ്ഞുതരാം. ഓക്കെ, സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ബുക്ക് കിട്ടും. ഈ ബുക്സിനുള്ളിൽ എന്താണുള്ളത്? നോട്ട്സ് ഉണ്ട്, ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, PYQ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആൻസേഴ്സ് ഉണ്ട്. ഇതൊക്കെ കിട്ടണമെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്യുക. ഇത് സ്റ്റോക്ക് എൻഡ് ചെയ്യുന്നവരെ, ഓക്കെ, സ്റ്റോക്ക് എൻഡ് ചെയ്യുന്നവരെ നിങ്ങൾക്ക് ബുക്സ് കിട്ടുന്നതായിരിക്കും.
ഓക്കെ, അപ്പോൾ അതിനുള്ളിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനേക്കാളും കൂടുതൽ ക്വസ്റ്റ്യൻസ് ക്ലാസ്സുകളിൽ കിട്ടും. ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ലൈവിലും റെക്കോർഡറുമായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് കിട്ടും. ആൻഡ് അവസാനം നിങ്ങൾക്ക് റിവിഷനും കൂടി കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഗ്യാരണ്ടി ചെയ്യാം നിങ്ങളുടെ എക്സാമിന് ഞാൻ പറഞ്ഞല്ലോ ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഈ ലോകത്തുണ്ടാവുള്ളൂ. നിങ്ങളുടെ സിലബസ് പ്രകാരമുള്ള എല്ലാ ക്വസ്റ്റ്യൻ നിങ്ങൾ തീർത്താൽ ടെക്സ്റ്റ് ബുക്ക്, നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബേസ്ഡ്, പിന്നെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സിലുള്ള ക്വസ്റ്റ്യൻസ് കൂടി തീർത്താൽ കഴിഞ്ഞു. അതിൻ്റെ അപ്പുറം ഒന്നും ചെയ്യാനില്ല. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഒരു നമ്പറും പ്രൈസ് കൊടുത്തിട്ടുണ്ടാവും, ജോയിൻ ചെയ്യുക. നിങ്ങൾ എത്ര നേരത്തെ ജോയിൻ ചെയ്യുന്നോ അത്രയും കൂടുതൽ സമയം നിങ്ങൾക്ക് ആ ബാച്ച് യൂസ് ചെയ്യാൻ കിട്ടും, അത്രയും കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും, അത്രയും കൂടുതൽ നോട്ട്സ് ഉപയോഗിക്കാൻ പറ്റും. അവസാനം ജോയിൻ ചെയ്താൽ ബുദ്ധിമുട്ടാവും, കാരണം കുറച്ച് നേരമുള്ളൂ പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഞാൻ ഉണ്ടാവും ക്ലാസ്സിൽ, വേറെ ടീച്ചേഴ്സ് ഉണ്ടാവും ക്ലാസ്സിൽ, അവരുടെ ക്വസ്റ്റ്യൻസ് കാണുക, അവരുടെ കൂടെ പോസ് ചെയ്താൽ നിങ്ങൾ പഠിച്ച ക്വസ്റ്റ്യനെ ഫൈനൽ എക്സാമിന് വരുള്ളൂ. ഐ ക്യാൻ ഗ്യാരണ്ടി യു ദാറ്റ്. ഓക്കെ, അപ്പം ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴത്തെ നമ്പർ ഉണ്ട് മക്കളെ. ലേറ്റ് ആവേണ്ട, മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടുപഠിക്കുക. ആൻഡ് നിങ്ങൾ ഓൾറെഡി നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസ് ആണെങ്കിൽ എല്ലാം ഒന്ന് ചാറ്റിൽ പറഞ്ഞു കൊടുക്കുക, കമൻസിൽ ഇട്ട് കൊടുക്കുക നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടാണ് ഓണം എക്സാമിന് പോയത്. സോ സീ യു ബിഫോർ ക്രിസ്മസ് എക്സാം. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കണം. ക്രിസ്മസ് എക്സാമിന് നമ്മുടെ ഗ്രാഫിൽ ഈ ഗ്രാഫിൽ ഇയാളങ്ങ് നമ്മൾ മുകളിലേക്ക് ആക്കാൻ പോവാണ്. സോ ഇതാണ് ഞാൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു വ്യത്യാസം. സോ ലെറ്റ്സ് സീ ഫോർ ക്രിസ്മസ് എക്സാം.